മേഖലയെ വ്യവസായമായി പ്രഖ്യാപിക്കണമെന്നും അതിഥി തൊഴിലാളികളുടെ കൂലി ഏകീകരണം അടിയന്തരമായി നടപ്പിലാക്കണമെന്നും ആവശ്യപ്പെട്ട് ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ രംഗത്ത്. അന്യസംസ്ഥാന തൊഴിലാളികളുടെ അന്യായമായ കൂലി വർധനവ് നിർമ്മാണ മേഖലയെ ഗുരുതരമായ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണെന്നും അധികൃതർ ജില്ലാ തലത്തിൽ ലേബർ ഓഫീസർമാരുടെ നേതൃത്വത്തിൽ ചർച്ച ചെയ്ത് കൂലി ഏകീകരണം നടപ്പിലാക്കി പ്രശ്നപരിഹാരം ഉണ്ടാക്കണമെന്നും പിറവത്ത് ചേർന്ന യോഗത്തിൽ സംഘടന ആവശ്യപ്പെട്ടു. കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം. നിർമ്മാണ മേഖലയെ വ്യവസായമായി പ്രഖ്യാപിക്കണമെന്നും അതിഥി തൊഴിലാളികളുടെ കൂലി ഏകീകരണം നടപ്പിലാക്കണമെന്നും ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ ആവശ്യപ്പെട്ടു. അന്യസംസ്ഥാന തൊഴിലാളികളുടെ അന്യായമായ കൂലി വർധനവ് നിർമ്മാണ മേഖലയിൽ ഗുരുതരമായ പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നും നിർമ്മാണ മേഖല മാത്രമല്ല കാർഷിക മേഖല മുതൽ കേരളത്തിലെ സമസ്ത മേഖലയെയും ഇത് ബാധിക്കുമെന്നും സംസ്ഥാന ഗവൺമെന്റും പ്രാദേശിക ഭരണകൂടങ്ങളും ജില്ലാ തലത്തിൽ ലേബർ ഓഫീസർമാരുടെ നേതൃത്വത്തിൽ ചർച്ച ചെയ്തു കൂലി ഏകീകരണം നടപ്പിലാക്കി പ്രശ്നപരിഹാരം ഉണ്ടാക്കണമെന്ന് പിറവത്ത് ചേർന്ന യോഗത്തിൽ സംഘടന ആവശ്യപ്പെട്ടു. ഏരിയ പ്രസിഡന്റ് സനിൽകുമാർ PG യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് ജോൺ KJ, ജില്ലാ കമ്മിറ്റി അംഗം വർഗീസ് K ചാലപ്പുറം, സന്തോഷ് VK, പ്രകാശ് PK, ഗോകുൽ C ഗുപ്തൻ, സാജൻ KR എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ഇപ്പോൾ അവർ കുറച്ചുപേര് ഇലക്ഷനൊക്കെ ആയിട്ട് നാട്ടിൽ പോയെങ്കിലും അവർ തിരിച്ചു വരുമ്പോൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. തിരിച്ചു വരുന്ന എല്ലാവരും വളരെ വലിയൊരു കൂലിയാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. ഒരു ഗസറ്റ് റാങ്കിൽ ഇരിക്കുന്ന ആളുകൾ ചോദിക്കുന്ന രീതിയിലേക്ക് വരെ അവരുടെ ഭീമമായ ഒരു ഫീസ് വർധനവ് അവർ ആവശ്യപ്പെടുകയാണ്. അത് നമുക്ക് കൊടുക്കുന്നതിന് സാധിക്കില്ലാത്ത ഒരു രീതിയാണ് വരുന്നത്. അതുപോലെ തന്നെ ഒരു വർഷത്തേക്കോ 2 വർഷത്തേക്കോ അവരുടെ കൂലി നിശ്ചയിച്ചുകൊണ്ട് മാത്രമാണ് ഈ കോൺട്രാക്ടർ ബേസിൽ നമുക്കൊരു വർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു സമയത്തിലാണ് ഞങ്ങൾ ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുകയും മറ്റ് ഇതര സംഘടനകളുമായിട്ട് ചർച്ച ചെയ്യുകയും എല്ലാവരും കൂടെ ഏകീകരിച്ച് ഇതിന് ഒരു തീരുമാനം കളക്ട്രേറ്റിലും സെക്രട്ടേറിയറ്റിലും ഒക്കെ കൊടുത്തുകൊണ്ട് MLA എല്ലാ മണ്ഡലങ്ങളിലും 140 മണ്ഡലങ്ങളിലുമുള്ള MLA-മാർക്കൊരു നിവേദനം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ള സംസ്ഥാന ലെൻസ്പെഡിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ഒരു തീരുമാനം കൂടെ. ന്യൂസ് ബ്യൂറോ ഐ വിഷൻ പിറവം. ഇനി ജയിക്കാൻ 3 ബോളിൽ 18 റണ്ണാണ് വേണ്ടത്. 3 balls 18 runs. ചേട്ടാ കണക്ട് ആവണേ. ബേസിൽ ഓൺ സ്ട്രൈക്ക്. ബേസിലിന് കണക്ട് ആവോ ഇല്ലയോ എന്ന് നോക്കാം. That's a 6. അതൊരു കിടിലൻ ഷോട്ട്. ഉഗ്രൻ കണക്ഷൻ. That's another 6. Last ball 6 runs. Is that a 6? Yes, it's a 6. Yeah. കേരള വിഷൻ കണക്ട് ആൻഡ് വിൻ. നേടൂ EV സ്കൂട്ടറുകൾ, സ്മാർട്ട് TVകൾ, ബമ്പർ സമ്മാനമായി EV കാർ തുടങ്ങി 2 കോടിയുടെ സമ്മാനങ്ങൾ. കണക്ട് ചെയ്താൽ ജയമുറപ്പ്.